friends, welcome to English Mithra. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. അതായത് പൊതുവേ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഈ സെൻറ്റൻസസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാം, അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഞങ്ങൾക്കുണ്ട്. അതായത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്: നീ രാവിലെ 5 മണിക്ക് എണീക്കുകയാണെങ്കിൽ എന്നെയും കൂടി വിളിച്ചുണർത്തും. നമുക്കിത് പൊതുവെ പറയാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ദുബായിലൊക്കെ ആണെങ്കിൽ റൂം ഷെയറിംഗ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾ തന്നെ ആയിരിക്കണം എന്നില്ല, പുറത്തുള്ള ഒരാളുമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ റൂം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവരോട് എങ്ങനെ പറയാൻ പറ്റും? നീ രാവിലെ 5 മണിക്ക് എണീക്കുകയാണെങ്കിൽ എന്നെയും കൂടി ഒന്ന് വിളിച്ചുണർത്താൻ നമുക്ക് ഇങ്ങനെ പറയാം: ഇഫ് യു വേക്ക് അപ്പ് at 5 o'clock tomorrow, please wake me up too. അല്ലെങ്കിൽ please wake me up also. അല്ലെങ്കിൽ please wake me up as well. Okay? If you wake up at 5 o'clock tomorrow, please wake me up too. അല്ലെങ്കിൽ wake me up as well. അല്ലെങ്കിൽ wake me up also. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷെ അല്ല. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ 2 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണുള്ളത്? നീ രാവിലെ 5 മണിക്ക് എണീക്കുകയാണെങ്കിൽ അതൊരു ഭാഗവും, എന്നെയും കൂടി വിളിച്ചുണർത്തു എന്നുള്ളത് മറ്റൊരു ഭാഗമാണ്. അപ്പോൾ 2 ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് 2 ഭാഗമായിട്ടാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. നീ രാവിലെ എണീക്കുകയാണെങ്കിൽ എന്നുള്ളതിൽ ഇഫ് ചേർത്തിട്ടുള്ള ഭാഗമാണ്. അതായത് ഇഫ് യു വേക്ക് അപ്പ് അറ്റ് 5 o'clock ടുമോറോ, നീ നാളെ രാവിലെ 5 മണിക്ക് എണീക്കുകയാണെങ്കിൽ അതൊരു ഭാഗം, എന്നെയും കൂടി വിളിച്ചുണർത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. അതെങ്ങനെ പറയാം? പ്ലീസ് വേക്ക് മീ അപ്പ് ടു, അല്ലെങ്കിൽ പ്ലീസ് വേക്ക് മീ അപ്പ് ഓൾസോ, അല്ലെങ്കിൽ പ്ലീസ് വേക്ക് മീ അപ്പ് ആസ് വെൽ. ഇപ്പം ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസസ് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസിന് 2 ഭാഗമാക്കാൻ നോക്കുക, എന്നിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണിത്, സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? രണ്ടാമത്തെ സെൻറ്റൻസ് നമുക്ക് നോക്കാം. നിൻ്റെ ഫോൺ കുറേ നേരമായി റിങ് ചെയ്യുന്നു. നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന രീതിയാണെങ്കിൽ നിൻ്റെ ഫോൺ കുറേ നേരമായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്, അങ്ങനെയല്ലേ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സെൻറ്റൻസ്, ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സെൻറ്റൻസസ് ആണ്. ഇതേ കാര്യം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നിൻ്റെ ഫോൺ കുറേ നേരമായി അടിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ ഫോൺ കുറേ നേരമായി റിങ് ചെയ്യുന്നു. യുവർ ഫോൺ ഹാസ് ബീൻ റിങ്ങിങ് ഫോർ എ വൈൽ എന്ന് പറയാം. നിൻ്റെ ഫോൺ കുറേ നേരമായിട്ട് റിങ് ചെയ്യുന്നു. യുവർ ഫോൺ ഹാസ് ബീൻ റിങ്ങിങ് ഫോർ എ വൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ യുവർ ഫോൺ ഹാസ് ബീൻ റിങ്ങിങ് ഫോർ എ ലോങ് ടൈം. ഇവിടെ എന്തുകൊണ്ടാണ് ഹാസ് ബീൻ റിങ്ങിങ് എന്ന് ഞാൻ കൊടുത്തത്? അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടോ? യുവർ ഫോൺ ഈസ് റിങ്ങിങ് എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഞാനിവിടെ, അല്ലെങ്കിൽ രേവതി ഇവിടെ ഹാസ് ബീൻ റിങ്ങിങ് എന്ന് പറയുന്നത്? അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ, ഫോൺ കുറേ നേരമായി അടിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, ഇപ്പം അടിക്കുന്നു എന്നല്ല പറയുന്നത്. എടാ നിൻ്റെ ഫോൺ അടിക്കുന്നുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്, കുറേ നേരമായി അടിക്കുന്നുണ്ടാ. അപ്പോൾ കുറേ നേരമായി ഇത് തുടങ്ങിയിട്ട്, അപ്പോൾ കുറേ നേരമായിട്ട് ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അങ്ങനെ സൂചിപ്പിക്കാൻ, ആ ഒരു ടൈമിങ്ങിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹാസ് ബീൻ റിങ്ങിങ് എന്ന് പറയുന്നത്. ഓക്കെ, യുവർ ഫോൺ ഹാസ് ബീൻ റിങ്ങിങ് ഫോർ എ ലോങ് ടൈം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയണം: അവൾ നിന്നെ കുറേ നേരമായി വിളിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? അവൾ എന്നുള്ളത് നമ്മൾ ഷീ എന്ന് പറയും. ഓക്കെ, അവൾ നിന്നെ കുറേ നേരമായി വിളിക്കുന്നു, ഷീ ഹാസ് ബീൻ കോളിങ് യു ഫോർ എ ലോങ് ടൈം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹാസ് ബീൻ യൂസ് ചെയ്തതിൻ്റെ ഗുഡൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കുറേ നേരമായി ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട, ടഫാണെന്ന് വിചാരിക്കേണ്ട. ഇത് കാരണമാണ് ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് മിക്കപ്പോഴും പറയുന്നൊരു സെൻറ്റൻസാണ്: കുറച്ച് നേരമെങ്കിലും നിൻ്റെ ആ ഫോൺ ഒന്ന് മാറ്റി വയ്ക്കുക. ഞാനെന്ന് പറയുമ്പം ഒരു റീല് കണ്ടു തുടങ്ങി ഇങ്ങനെ ആ റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. സത്യമായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നോട് പറയുന്നൊരു കാര്യം, എന്നെ കളിയാക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അതിൽ മുഴുകി ഇങ്ങനെ റീല് കണ്ടുകൊണ്ടേ ഇരിക്കും, കണ്ട് ഞാനിങ്ങനെ പോകും. അപ്പോൾ എന്നോട് പറയുന്ന കാര്യമൊന്നും ഞാൻ കേൾക്കില്ല. അപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്: കുറച്ച് നേരത്തെങ്കിലും ആ ഫോൺ ഒന്ന് മാറ്റി വയ്ക്കുമോ. അപ്പോൾ ഇതങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം: പ്ലീസ് കീപ്പ് യുവർ ഫോൺ അസൈഡ് അറ്റ്ലീസ്റ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. എന്ന് വെച്ചാൽ കുറച്ച് നേരമെങ്കിലും നിൻ്റെ ഫോൺ ഒന്ന് മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം: പ്ലീസ് പുട്ട് യുവർ ഫോൺ അവേ
അറ്റ്ലീസ്റ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ പറയാം, പ്ലീസ് കീപ് യുവർ ഫോൺ അസൈഡ് അറ്റ്ലീസ്റ്റ് ഫോർ സം ടൈം. അങ്ങനെയും പറയാം. ഇപ്പോൾ ഈ മൂന്നിൽ ഏത് വേണം നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. പ്ലീസ് കീപ് യുവർ ഫോൺ അസൈഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. പ്ലീസ് പുട്ട് യുവർ ഫോൺ എവേ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അല്ലെങ്കിൽ പ്ലീസ് കീപ് ഇറ്റ് അസൈഡ് ഫോർ സം ടൈം എന്ന് പറയുന്നതും കറക്റ്റാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൂന്നും കറക്റ്റാണ്. ഏതാണ് കറക്റ്റ് എന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആകണ്ട. ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് ഇന്ന രീതിയിലേ പറയാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം കോമൻറ്റിൽ ഞാൻ കാണാറുണ്ട്, ഇതിനിങ്ങനെ പറഞ്ഞൂടെ, ഇതിതല്ലേ ശരി, ഇതിനിങ്ങനെയും ചെയ്തൂടെ. കറക്റ്റാണ്. പല രീതിയിൽ നമുക്ക് പറയാം. ഒരു രീതി തന്നെ പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെൻറ്റൻസ്. ഇത് നമുക്ക് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കഴിക്കാൻ പോവുകയാണ്, നീ വരുന്നില്ലേ. ഞാൻ കഴിക്കാൻ പോവുകയാണ്, നീ വരുന്നില്ലേ. ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു കൊളീഗ്, ഇവിടുത്തെ ഒരു കൗൺസിലറായിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഡിസ്കസ് ചെയ്തപ്പം അവൻ പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പോകുമ്പം ഞാൻ പാച്ചുവിനോട് ചോദിക്കാം എന്ന് എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഈ സെൻറ്റൻസസ്. ഞാൻ കഴിക്കാൻ പോവുകയാണ്, നീ വരുന്നില്ലേ. ഇപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ എം ഗോയിങ് ടു ഹാവ് ഫുഡ്, ആർൻറ്റ് യു കമ്മിങ്. ആർൻറ്റ് യു കമ്മിങ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്, ഐ ആം ഗോയിങ് ടു ഹാവ് ഫുഡ് എന്ന് പറയാം. ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നീ വരുന്നില്ലേ എന്നെങ്ങനെ പറയുന്നതാണ് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ. അതിന് നമുക്ക് ആർൻറ്റ് യു കമ്മിങ് എന്ന് പറയാം. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നീ വരുന്നില്ലേ എന്ന് ചോദിക്കാനായിട്ട് ആർൻറ്റ് യു കമ്മിങ് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഐ എം ഗോയിങ് ടു ഹാവ് ഫുഡ്, ആർൻറ്റ് യു കമ്മിങ്. ഐ എം ഗോയിങ് ടു പ്ലേ ഫുട്ബോൾ, ആർൻറ്റ് യു കമ്മിങ്. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവാണ്, നീ വരുന്നില്ലേ. ഐ എം ഗോയിങ് ഫോർ എ മൂവി, ആർൻറ്റ് യു കമ്മിങ്. ഞാൻ സിനിമയ്ക്ക് പോവുകയാണ്, നീ വരുന്നില്ലേ. അപ്പോൾ നീ വരുന്നില്ലേ എന്നുള്ളതിന് നമുക്ക് ആർൻറ്റ് യു കമ്മിങ് എന്നുള്ള യൂസ് ചെയ്യാവുന്നതാണ്. ഈ കംപ്ലീറ്റ് സെൻറ്റൻസ് നിങ്ങൾക്ക് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൊളീഗ്സിനടുത്ത് ചോദിക്കാം. ഇനി അടുത്തത്, നീ കഴിക്കുന്നില്ലേ. നീ കഴിക്കുന്നില്ലേ എന്നെങ്ങനെ ഒരാളോട് ചോദിക്കും? നീ കഴിക്കുന്നില്ലേ. നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ആർൻറ്റ് യു ഹാവിങ് ഫുഡ്. നീ കഴിക്കുന്നില്ലേ, ആർൻറ്റ് യു ഹാവിങ് ഫുഡ്. ഇനി നീ വരുന്നില്ലേ, ആർൻറ്റ് യു കമ്മിങ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വേറെ ഏത് കേസിലായാലും ആർൻറ്റ് യു അറ്റൻഡിങ് ദി സെമിനാർ. നീ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നില്ലേ. അപ്പം നീ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാനാണെങ്കിൽ നമുക്ക് ആർൻറ്റ് യു പ്ലസ് വേർബ് അതിൻ്റെ കൂടെ ING ചേർക്കാവുന്നതാണ്. അടുത്ത സെൻറ്റൻസ്, ഞാൻ കഴിക്കാൻ പോവാണ്, നിനക്കും കൂടി ഭക്ഷണം കൊണ്ടുവരട്ടെ. ഇനി ചില കേസസിൽ നിങ്ങളുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ പുള്ളിക്ക് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒഴിവ് കാണത്തില്ല. അങ്ങനത്തെ കേസസിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്, നീ വരുന്നില്ലേ. നീ വരുന്നില്ല എന്നല്ല, നിനക്കൂടി ഭക്ഷണം കൊണ്ടുവരട്ടെ. നീ വരുന്നില്ല എന്നുള്ളത് മുന്നത്തെ സെൻറ്റൻസ് ആയിരുന്നു. നിനക്കൂടി ഭക്ഷണം കൊണ്ടുവരട്ടെ. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും? നമുക്കിങ്ങനെ ചോദിക്കാം, ഐ എം ഗോയിങ് ടു ഹാവ് ഫുഡ്, ഷാൽ ഐ ബ്രിങ് സംതിങ് ബാക്ക് ഫോർ യു. ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരട്ടെ. ഐ എം ഗോയിങ് ടു ഹാവ് ഫുഡ്, ഷാൽ ഐ ബ്രിങ് സംതിങ് ബാക്ക് ഫോർ യു. അല്ലെങ്കിൽ ഷുഡ് ഐ ബ്രിങ് സംതിങ് ബാക്ക് ഫോർ യു. ഞാൻ കൊണ്ടുവരണോ, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ എന്നാണെങ്കിൽ ഷുഡ് ഐ ബ്രിങ് സംതിങ് ബാക്ക് ഫോർ യു. കൊണ്ടുവരട്ടെ എന്നാണെങ്കിൽ ഷാൽ ഐ ബ്രിങ് സംതിങ് ബാക്ക് ഫോർ യു എന്ന് ചോദിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എവിടെയെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുടെ കൂടെ അല്ല പോകുന്നത്, നമ്മൾ സെപ്പറേറ്റ് ആണ് വരുന്നത്. അവർ സ്ഥലത്തെത്തിയിട്ട് നമ്മളെ വിളിക്കുകയാണ്, നീ എവിടെ എത്തി. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉത്തരം എങ്ങനെ പറയാം? ഞാൻ ഒരു 20 മിനിറ്റുള്ളിൽ എത്തും, അല്ലെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റുള്ളിൽ എത്തും എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഞാൻ 20 മിനിറ്റുള്ളിൽ എത്തും, അല്ലെങ്കിൽ ഞാൻ 10 മിനിറ്റുള്ളിൽ എത്തും, ഞാൻ 5 മിനിറ്റുള്ളിൽ എത്തും. അത് നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്, ഐ റീച്ച് ദെയർ വിത്തിൻ 20 മിനിറ്റ്സ്. ഞാൻ 20 മിനിറ്റുള്ളിൽ അവിടെ എത്തും. അല്ലെങ്കിൽ ഞാൻ 10 മിനിറ്റുള്ളിലാണ് എത്തുന്നതെങ്കിലോ ഐ റീച്ച് ദെയർ വിത്തിൻ 10 മിനിറ്റ്സ്. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ എത്തുന്നെങ്കിലോ ഐ റീച്ച് ദെയർ വിത്തിൻ 5 മിനിറ്റ്സ്. അപ്പം ഇങ്ങനെ ഐ റീച്ച് ദെയർ വിത്തിൻ ഇത്ര മിനിറ്റ് എന്നുള്ളത് പറയാവുന്നതാണ്. ഇനി നമ്മൾ അങ്ങനെ പറയുന്നില്ല, സെൻറ്റൻസ് ഇങ്ങനെ പറയുന്നില്ല. നമ്മൾ ടൈമാണ് പറയുന്നത്. ഞാൻ 10 മണി ആകുമ്പോഴത്തേക്കും അവിടെ എത്തും, അല്ലെങ്കിൽ 2 മണി ആകുമ്പോഴത്തേക്കും അവിടെ എത്തും, 2:20 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. അങ്ങനെ അപ്പോൾ എങ്ങനെ പറയാം? ഐ റീച്ച് ദെയർ ബൈ 10 o'clock. ഐ റീച്ച് ദെയർ ബൈ 10:20 AM. ഐ റീച്ച് ദെയർ ബൈ 2 o'clock. അങ്ങനെ അപ്പം നമ്മൾ 10 മണി 2 മണി അങ്ങനെ കൃത്യസമയമാണ് പറയുന്നതെങ്കിൽ ബൈ യൂസ് ചെയ്യണം. മിനിറ്റ് ആണ് പറയുന്നതെങ്കിൽ വിത്തിൻ യൂസ് ചെയ്യണം. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഓഫീസിലുള്ളവരോട് ചോദിക്കാൻ പറ്റുന്നതാണ്, നീ ജോലി തീർത്തോ. നീ ജോലി തീർത്തോ. ഈ ഒരു ട്രാൻസ്ലേഷനിൽ പലർക്കും ഡൗട്ടുണ്ട്. നീ ജോലി തീർത്തോ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ചിലർ പറയും ഹാവ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക് എന്ന് ചോദിക്കാം. ചിലർ പറയും ഡിഡ് യു കംപ്ലീറ്റ് യുവർ വർക്ക് എന്ന് ചോദിക്കാം. ടു ബി ഫ്രാങ്ക്, രണ്ടും നമുക്ക് ചോദിക്കാം. സ്പോക്കൺ ഇംഗ്ലീഷിൽ രണ്ടും പെർമിറ്റഡ് ആണ്. നമ്മൾ ഭയങ്കര ഗ്രാമാറ്റിക്കലി ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ, നീ ഇതുവരെ നീ ജോലി തീർത്തോ എന്നുള്ളതിൽ
സമയം ചോദിക്കാത്തത് കൊണ്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ആക്ച്വലി യൂസ് ചെയ്യേണ്ടത്. ഹാവ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം നമ്മൾ ഡിഡ് വെച്ച് ചോദിച്ചാലും മിസ്റ്റേക്ക് ഒന്നുമില്ല, അതും അക്സെപ്റ്റഡ് ആണ്, കറക്റ്റ് ആണ്. ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോദിക്കുകയാണ് നീ ഇന്നലെ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഹാവ് യു കംപ്ലീറ്റഡ് ദ വർക്ക് യെസ്റ്റർഡേ എന്ന് ചോദിക്കാൻ പറ്റില്ല. ആ കേസിൽ മാത്രം നമുക്ക് ഡിഡ് യു കംപ്ലീറ്റ് യുവർ വർക്ക് യെസ്റ്റർഡേ എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. ഡിഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സമയം മെൻഷൻ ചെയ്യാം, ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് സമയം മെൻഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പ്രശ്നം. അപ്പോൾ നീ നിൻ്റെ ജോലി തീർത്തോ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാവ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക് എന്ന് ചോദിക്കാം, കറക്റ്റ് ആണ്. ഡിഡ് യു കംപ്ലീറ്റ് യുവർ വർക്ക് എന്ന് ചോദിക്കാം, കറക്റ്റ് ആണ്. ഈ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈം മെൻഷൻ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ഡിഡ് യൂസ് ചെയ്യുക. അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഹാവോ ഡിഡോ യൂസ് ചെയ്താൽ അത് രണ്ടും കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം വരുമ്പോൾ നമ്മുടെ ഉത്തരം എങ്ങനെയായിരിക്കും? ഞാൻ ജോലി കംപ്ലീറ്റ് ചെയ്തു എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ഉത്തരം പറയാം? ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. യെസ്, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. അല്ലെങ്കിൽ നമ്മൾ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ എങ്ങനെ ഉത്തരം പറയും? നോ, ഐ ഹാവിൻ കംപ്ലീറ്റഡ് മൈ വർക്ക്, അല്ലെങ്കിൽ നോ, ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് ദ വർക്ക് എന്ന് പറയാം. ഒന്നുകിൽ യെസ്, ഐ ഡിഡ് കംപ്ലീറ്റ് മൈ വർക്ക്, അല്ലെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ വർക്ക്, അല്ലെങ്കിൽ യെസ്, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക് എന്ന് പറയാം. അതുമല്ല നെഗറ്റീവാണ് ഉത്തരമെങ്കിൽ നോ, ഐ ഹാവിൻറ്റ് കംപ്ലീറ്റഡ് മൈ വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ നോ, ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് മൈ വർക്ക് എന്ന് പറയാം. ഇനി അതിൽ രണ്ടും ഇല്ലാത്തൊരു ഉത്തരമുണ്ട്, ഏകദേശം തീരാറായി. ഇതെങ്ങനെ പറയാം? ഏകദേശം കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഇങ്ങനെ പറയാം, ഐ എം ഓൾമോസ്റ്റ് ഡൺ എന്ന് വെച്ചാൽ ഞാൻ വർക്ക് കംപ്ലീറ്റ് തീരാറായി, അല്ലെങ്കിൽ യെസ് മൈ വർക്ക് ഇസ് ഓൾമോസ്റ്റ് ഡൺ, അല്ലെങ്കിൽ യെസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. തീർന്നോന്ന് ചോദിച്ചാൽ ഇല്ല, തീർന്നില്ലേന്ന് ചോദിച്ചാൽ തീരാറായി എന്നുള്ളൊരു അർത്ഥത്തിൽ. ഓക്കെ, ഏകദേശം തീരാറായി, ഇപ്പം ശരിയാക്കും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ആൻസേഴ്സും ഒക്കെയാണ് കവർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടാവും, ഉറപ്പാണ്. കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഉറപ്പാണ്. പോസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സെൻറ്റൻസസിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി പോസ്റ്റ് ചെയ്യുക. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു FAQ വീഡിയോയിലായാലും അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറയാൻ കാര്യം മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്കും മാത്രം ഷെയർ ചെയ്യുക, അല്ലാത്തവർക്കൊന്നും ഷെയർ ചെയ്യേണ്ട. നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ചോദിച്ച് ക്ലിയർ ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ടേക്ക് കെയർ, ബൈ ബൈ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.